ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് കേരളത്തിലെ തന്നെ ബിഗ്ഗസ്റ്റ് കാർണിവൽ നടക്കുന്ന ട്രിവാൻഡ്രത്തെ കനകക്കുന്നിലേക്കാണ് കേട്ടോ. അപ്പോൾ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പോൾ കുറച്ച് ദിവസമായി. ഏപ്രിൽ 5 സ്റ്റാർട്ട് ചെയ്തത്. ഏപ്രിൽ 14 വരെ ഉണ്ട്. അപ്പോൾ ഈ ദിവസങ്ങളിൽ പോകുമ്പോൾ ഓരോ പ്രോഗ്രാംസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തായാലും എത്തിയിട്ടുണ്ട്. ആ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ജസ്റ്റ് അവർ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഒരു കാർണിവൽ മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടിക്കറ്റ് എടുക്കണം കേട്ടോ. ടിക്കറ്റ് 30 രൂപയാണ് ഒരാൾക്ക്. അപ്പോൾ കയറി ചെന്നപ്പോൾ തന്നെ ഇങ്ങനെ കുറേ വലിയ മനുഷ്യന്മാരെയാണ് കണ്ട. അവർ എനിക്ക് വേണ്ടി പോസൊക്കെ ചെയ്ത് തന്നെ കേട്ടോ. നമ്മൾ ബൈക്ക് അവിടെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ സൗകര്യമുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ പാർക്ക് ചെയ്തിട്ടാണ് അകത്തോട്ട് പോയത്. അപ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് നമ്മൾ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. അവിടെ ലേഡീസിനും ജെൻസിനും വേണ്ടിയിട്ട് കൗണ്ടറുണ്ട്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ എടുക്കാം. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് എടുക്കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം നമുക്ക് പാസ് ഇങ്ങനെയാണ് കേട്ടോ കയ്യിൽ കിട്ടുന്നത്. അത് നമ്മൾ ഇനി സ്റ്റിക്ക് ചെയ്ത് വെക്കണം കയ്യിൽ. അപ്പോൾ നമ്മൾ കയറാൻ നേരത്ത് അവർ തന്നെ സ്റ്റിക്ക് ചെയ്ത് തരും, അല്ലെങ്കിൽ നമുക്ക് തന്നെ സ്റ്റിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ തനിയെ വെച്ചു. അപ്പോൾ ഇങ്ങനെ ഇരിക്കും കേട്ടോ സ്റ്റിക്ക് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ അവർ ഒരു കാർണിവലിൻ്റെ മാപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് എവിടെയൊക്കെ എന്തൊക്കെ പ്രോഗ്രാംസ് ആണുള്ളത്. അപ്പോൾ കൂടുതലും ഫ്ലീ മാർക്കറ്റ്, പെറ്റ് ഷോ, പിന്നെ ഫുഡ് ഫെസ്റ്റ്, സർക്കസ്, പിന്നെ ഓരോ പ്രോഗ്രാംസ് ഉണ്ട്. പിന്നെ സ്ക്രീനിങ് ഒക്കെ ഉണ്ട് കേട്ടോ, മൂവി സ്ക്രീനിങ്. അങ്ങനെ പല പ്രോഗ്രാംസ് ആണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്കത് എല്ലാം പതിയെ കാണാം. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് ഓപ്പൺ മൈക്ക് സെഷൻ ആയിരുന്നു കേട്ടോ. എന്റെ ഫ്രണ്ടിൽ ഇപ്പൊ ഒരുപാട് പേരെ ഞാൻ കാണുന്നുണ്ട്. കുറച്ച് എനർജറ്റിക് ആയിട്ട് ഒരു ഓഡിയൻസിന് ഒരു ക്രൗഡിന് കിട്ടിയിട്ടുണ്ട്. സോ ആരാ ഫസ്റ്റ് വരുന്നത്? ആരെങ്കിലും ഒരെണ്ണം തുടക്കം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഓപ്പൺ മൈക്ക് സെഷൻ എല്ലാവർക്കും കൂടെ ചേർന്ന് എല്ലാവർക്കും കൂടെ ചേർന്നിട്ട് ഒന്ന് ഈ ഒരു ഈവനിങ് ഒന്ന് വൈബ് ആക്കണം. അത്ര മാത്രമേ ഉള്ളൂ. പാടുന്ന ആളാണല്ലേ. അപ്പോൾ ഡേ 4 ഷെഡ്യൂൾ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് നോക്കി നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. അപ്പോൾ ഇവർക്കൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ഉണ്ട് കേട്ടോ, ഹാർവെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൽ നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ അവിടെ കാരിക്കേച്ചർ ഉണ്ടായിരുന്നു, ഫേസ് പെയിൻറ്റിങ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു 100 റുപ്പീസ് കൊടുത്താൽ നമുക്ക് കാരിക്കേച്ചറൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ വലിയൊരു വരെ ഇതൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് കാണുമ്പോൾ ഒരു രസമല്ലേ. നെക്സ്റ്റ് സെഷൻ എന്ന് വെച്ചാൽ ഫേസ് പെയിൻറ്റിങ് ആയിരുന്നു. അപ്പോൾ അവിടെ ഫേസ് പെയിൻറ്റ് ചെയ്ത കുറേ പേര് ഇരിപ്പുണ്ടായിരുന്നു. പിന്നെ നമുക്ക് ഹെയർ ബ്രെയ്ഡ് ചെയ്യണമെങ്കിൽ ഗോവയിലൊക്കെ പോകുമ്പോൾ ബ്രെയ്ഡ് ചെയ്യത്തില്ലേ, അതുപോലെ അവർ ബ്രെയ്ഡ് ചെയ്ത് തരും. അതിന് എത്ര റേറ്റ് എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ ഫേസ് പെയിൻറ്റിങ്ങിന് എനിക്ക് തോന്നുന്നു 100 റുപ്പീസ് തന്നെയാണ്. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ വീണ്ടും കുറേ വലിയ മനുഷ്യരെ കണ്ടു. അപ്പോൾ ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര തിരക്കാണ് കേട്ടോ. കൊച്ചു കുട്ടികളാണ് കൂടുതലും വരുന്നത്. വലിയ മനുഷ്യരെന്ന് പറഞ്ഞാൽ അവരും മനുഷ്യന്മാർ തന്നെയാണ് അതിൻ്റെ അകത്തുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ പിള്ളേർക്കാണ് ഇത് കൂടുതലും ഇഷ്ടപ്പെടുന്നത്. അവരാണ് ഈ ഫോട്ടോ എടുക്കാനും ഇങ്ങനെ തള്ളി കയറുന്നത് തന്നെ. നല്ല രസമാണ് കാണാൻ. വലിയവർ കയറിയപ്പോൾ പിന്നെ എന്തുകൊണ്ട് എനിക്ക് എടുത്തുകൂടാ എന്ന് തോന്നി. അപ്പോൾ പിന്നെ ഞാനും നിന്നു കേട്ടോ. നല്ല രസമുണ്ട് ആ ഒരു പോസ് അവർ ചെയ്യുന്നത് കാണാൻ വേണ്ടിയിട്ടേ. പിന്നെ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഇങ്ങനെ സർക്കസിൻ്റെ ഒരു ഇത് കണ്ടു, ഗ്രൗണ്ട് കണ്ടു. പക്ഷെ സർക്കസ് ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു തിരിച്ചു വരുമ്പോഴെങ്കിലും ഉണ്ടാവും. അങ്ങനെ പോയിട്ടൊക്കെ വരാമെന്ന് കരുതി അങ്ങോട്ട് പോയി കേട്ടോ. ബാക്കിയുള്ളത് കാണാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ പോയപ്പോഴാണ് ഒരു ഒട്ടകം അവിടെ നിൽക്കുന്നത് കണ്ടത്. അതിൻ്റെ കൂടെ കുറേ പേര് നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നു. പിന്നെ ഇതിനൊന്നും ഞാൻ അടുത്ത് നിന്നൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ഒട്ടകത്തിനെ കണ്ടിട്ടില്ല. ബാക്കി മിക്ക ഇങ്ങനെ ഷോസൊക്കെ വരുമ്പോൾ, എന്തെങ്കിലും പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ കാണാറുണ്ട്. പക്ഷെ ഇതിനെ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിന്നു. പിന്നെ എനിക്ക് ഒട്ടും വേർത്തല്ല എന്ന് തോന്നിയൊരു കാര്യമാണ് പെറ്റ് ഷോയ്ക്കുള്ള ടിക്കറ്റ്. 50 രൂപയാണ് പെറ്റ് ഷോയ്ക്കുള്ള ടിക്കറ്റ്. നമ്മൾ 30 രൂപ എടുത്തിട്ട് നമ്മൾ വീണ്ടും അതിനകത്ത് കയറി 50 രൂപയ്ക്ക് പെറ്റ് ഷോയ്ക്ക് വേണ്ടിയിട്ട് എടുക്കണം. പിന്നെ ഈ ഇഗ്വാന, പിന്നെ പൈത്തണിനെയൊക്കെ നമുക്ക് എടുത്ത് തോളത്തൊക്കെ വെക്കണമെങ്കിൽ അതിനും കൊടുക്കണം 100 രൂപ. അത് അവർ മാത്രമേ അത് ചാർജ് ചെയ്യുന്നുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള പെറ്റ്സിനൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇതിന് അവർ ചാർജ് ചെയ്യുന്നുണ്ട്. അതെനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്ത് കയറിയതാണ്, എന്നിട്ട് എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അറിയില്ല. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ ഇതൊക്കെ അവർ എടുത്തിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് കാണാൻ. എനിക്ക് ചെറിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എടുക്കണമെന്ന്. പിന്നെ
ചെറിയൊരു പേടിയുണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ. അതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തില്ല. ആ ചേട്ടൻ ഇത് രണ്ടും കൂടെ എടുത്തുകൊണ്ട് വന്നപ്പോഴത്തേക്കും ഞാൻ ശരിക്കും പേടിച്ചു കേട്ടോ. അതെനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റില്ല. നല്ല രസമുണ്ട്. പിള്ളേരെല്ലാം കൂടെ അതിനകത്ത് കയറി ആകെ ബഹളമായിരുന്നു. പിന്നെ അങ്ങോട്ട് ആടും മുയലും പപ്പീസും ബേർഡ്സും ലവ് ബേർഡ്സ്, പിന്നെ നമ്മളുടെ കുറേ ഡോഗ്സ്, അൽസേഷ്യൻ ഡോഗ്സ്, പിന്നെ പഗ്, ലാബ്, ബീഗിള്, അങ്ങനത്തെ പല പല ബ്രീഡ്സായിട്ട് ഉള്ളതുണ്ടായിരുന്നു. എനിക്ക് ആദ്യം വിചാരിച്ചു ഞാൻ ഇതിനും ഇനി 100 രൂപ കൊടുത്താണോ കയറേണ്ടതെന്ന് വിചാരിച്ചു. പക്ഷെ അല്ല. ഞാൻ ഈ പിള്ളേർ കയറിയപ്പോഴത്തേക്കും ഞാൻ അവരോട് ചോദിച്ചു. അങ്ങനെ കയറിയപ്പോൾ നല്ല ഭംഗിയില്ലേ അതിനെ കാണാൻ വേണ്ടിയിട്ട്. ഭയങ്കര രസമായിരുന്നു. അതിങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോഴേന്നിങ്ങനെ ഉറങ്ങി വീഴുകയായിരുന്നു. കാരണം ചൂടൊക്കെ അല്ലേ, അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഭയങ്കര ക്യൂട്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ട് അതിങ്ങനെ ഇരിക്കുന്ന കാണാൻ വേണ്ടിയിട്ട്. പിന്നെ പഗ്ഗിൻ്റെ പുറകിലൊക്കെ ആയിരുന്നു ഞാൻ. പിന്നെ മുയലിനെ കാണാനൊക്കെ പോയി. ബാക്കിയുള്ളതൊക്കെ നിങ്ങൾ കണ്ടോ കേട്ടോ. ഇവന്മാര് വായാടികളാണ് കേട്ടോ. ഈ കുഞ്ഞി പൂച്ചകള് അതിനിട്ടടിക്കുന്നുണ്ടോ. പിന്നെ അപ്പുറത്ത് ബേർഡ്സും ഉണ്ട്, ലവ് ബേർഡ്സ്, പിന്നെ പ്രാവുണ്ട്. അപ്പൊ അതിനെ പിടിക്കാനായിട്ട് ചാടുന്നതാണ് ഈ ഒരു രംഗം. എനിക്ക് ലാബ് കഴിഞ്ഞാൽ ഏറ്റവും ഇഷ്ടമുള്ള ഡോഗാണ് കേട്ടോ ബീഗിള്. അപ്പോൾ ബീഗിളിനെയൊക്കെ ഒന്ന് കണ്ട് ലാബിനെയൊക്കെ ഒന്ന് കണ്ടിട്ട് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരാൾ നിൽപ്പുണ്ട്. അയാളാണ് ഏറ്റവും ഭീകരം. എന്തായി നടന്നു വരുന്ന ആ വൈറ്റ്. എൻ്റെ ദൈവമേ, അവളുണ്ടാക്കിയ ബഹളമൊന്നും പറയണ്ട. നൈസായിട്ട് പണി കൊടുത്തിട്ട് മുങ്ങിക്കളയും, ആരും അറിയാത്ത രീതിയിൽ നിൽക്കും. അപ്പം ലാബ് ഭയങ്കര കുരയായിരുന്നു കേട്ടോ അത് കണ്ടിട്ട്. അവസാനം പിടിച്ചുകൊണ്ട് പോകേണ്ടി വന്നു, കാരണം അത്രയ്ക്ക് അടിയായി രണ്ടും കൂടെ.
ഈ സുണ്ടൽ എവിടെ കണ്ടാലും എനിക്ക് വാങ്ങിക്കാൻ തോന്നും. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു സുണ്ടലൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് പോയപ്പോഴത്തേക്കും കുലുക്കി സർബത്ത് കണ്ടു. അപ്പോൾ പിന്നെ ഭയങ്കരമായിട്ടും ദാഹിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കുലുക്കി സർബത്ത് വാങ്ങി. പിന്നെ നമ്മൾ ഈ സ്റ്റോൾസൊക്കെ ഒന്ന് കാണാൻ പോയി. ബുക്ക് സ്റ്റോൾസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നല്ല നല്ല ബുക്സ് ഉണ്ട്. ഇപ്പോൾ ഇറങ്ങുന്ന കുറേ ബുക്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് ഭയങ്കര ചൂടായതുകൊണ്ട് ഇതിൻ്റെ അകത്തോട്ട് കയറി ഒന്നും നോക്കിയില്ല. ഭയങ്കര ചൂടായിരുന്നു. പിന്നെ ഇങ്ങനത്തെ നമ്മുടെ വിത്തുകൾ അതെല്ലാം സ്റ്റോൾസിലും മിക്ക സ്റ്റോൾസിലും ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ വേണ്ടുന്നവർ വാങ്ങിക്കാം. നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങിയില്ല കേട്ടോ. ഇതൊക്കെ എപ്പോഴും കാണുന്നതുകൊണ്ട് ഒന്നും വാങ്ങിയില്ല. പിന്നെ നമ്മുടെ അഡ്വെഞ്ചർ സോണാണ്, പ്ലേ സോണാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ആക്ടിവിറ്റീസ് അവർ തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കളിക്കാം. അപ്പോൾ നമുക്ക് കിട്ടുന്ന പ്രൈസൊക്കെ നമുക്ക് എടുക്കാം. പിന്നെ അങ്ങോട്ട് ഫുഡ് സ്റ്റോളുകളാണ്. അപ്പോൾ പല വെറൈറ്റി ഡിഷസ് നമുക്ക് കഴിക്കാം അവിടുന്ന്. നമുക്ക് ഈ കെബാബ് ദുക്കാൻ, അങ്ങനെ ട്രിവാൻഡ്രത്ത് ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സ്, അങ്ങനത്തെ തട്ടുകടകൾ, അങ്ങനത്തെ അതൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് 360 ഡിഗ്രി നമ്മുടെ വ്യൂ കിട്ടുന്ന ഒരു വീഡിയോ നമുക്ക് കിട്ടും. അതിന് ടിക്കറ്റ് എടുക്കണം കേട്ടോ. അതിന് എത്രയാണെന്ന് അറിയില്ല, അത് ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ഈ കബാബ് ദുക്കാൻ്റെ ഹൈദരാബാദി ചിക്കൻ ബിരിയാണി അടിപൊളിയാണ്. അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അത് വാങ്ങിയില്ല. നമ്മൾ വേറൊരു കാര്യം വാങ്ങാനാണ് വന്നത്. അപ്പോൾ അതുകൊണ്ട് അത് വാങ്ങിയില്ല. എല്ലാം ഒന്നും ചുറ്റിത്തിരിഞ്ഞ് കണ്ടിട്ട് ഏതാണ് ഏറ്റവും നല്ലത് നോക്കി വാങ്ങാനായിരുന്നത്. അപ്പോൾ ഇവിടെ കിഴിയിൽ എന്തൊക്കെയോ ബിരിയാണി ആയിരുന്നു തോന്നുന്നു, ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പക്ഷെ അത് താല്പര്യമില്ലാത്തതുകൊണ്ട് അധികം അങ്ങോട്ട് നോക്കിയില്ല. കിഴി വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ ഇങ്ങനെ കുറേ ജ്യൂസ്, ഡ്രിങ്ക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ബീ ഹൈവിൻ്റെ ഹണി കേക്ക്, അത് വേണ്ടവർക്ക് അത് വാങ്ങിക്കാം. നമ്മൾ വാങ്ങിയത് ഈ സംഭവമാണ് കേട്ടോ, പിടിയും കോഴിയും. ഇത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല, കുറേ നാളായിട്ട് വിചാരിക്കുന്നു കഴിക്കണമെന്ന്. അങ്ങനെ ഞങ്ങൾ 2 പേർ കൂടെ ഇത് ഒരെണ്ണമാണ് കേട്ടോ വാങ്ങിയത്. അതെന്തായാലും നന്നായി എന്ന് തന്നെ കരുതുന്നു. കാരണം ഇത് കഴിച്ചപ്പോഴത്തേക്കും വയർ ഫുള്ളായി. ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നുമില്ല, പക്ഷെ ആ ഒരു ടെക്സ്ചറും ആ ഒരു കുഴക്കട്ട ഒരു ഫീലിംഗ് ആയതുകൊണ്ടാവും ഭയങ്കരമായിട്ട് വയറ് നിറഞ്ഞു പോയി. പിന്നെ ഒന്നും കഴിക്കാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ പാൽക്കപ്പ കഴിച്ചപ്പോൾ ഇതേപോലെ ആയിരുന്നു, സെയിം ഒരു ഇതായിരുന്നു എനിക്ക് തോന്നിയത്. നമ്മൾ കുഴക്കട്ട നമ്മൾ ചിക്കൻ കറിയിലിടുന്ന ആ ഒരു രീതിയാണ് എനിക്ക് തോന്നിയത്. പിന്നെ നമ്മളത് കഴിച്ചൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ കിഡ്സ് സോണിലേക്ക് പോയിട്ടോ. കിഡ്സ് അവർക്ക് വേണ്ടിയിട്ട് ഒരു ഏരിയ ഉണ്ട്. അപ്പം പിള്ളേരെയൊക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇവിടെ നിർത്തി കുറച്ച് നേരം അവരെ റൈഡ്സിലൊക്കെ കയറ്റി ഇട്ടൊക്കെ പോവാം, വീട്ടിലേക്ക് പോവാം. ഞാൻ പറഞ്ഞില്ലേ തിരിച്ചു വരുമ്പോൾ ചിലപ്പോൾ സർക്കസ് കാണാൻ പറ്റും, പക്ഷെ വലുതായിട്ടൊന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ആണ്, അവസാന ഭാഗമാണ് നമുക്ക് കാണാൻ പറ്റിയത്. അതും ശരിക്കും റെഡി ആയില്ല, വലിയതായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. തിരിച്ചു വന്നപ്പോൾ ദാ നോക്കിയേ, ആ ഒട്ടകം റൈഡും ഉണ്ട് കേട്ടോ. അപ്പോൾ ക്യാമൽ റൈഡും ഉണ്ട്. അപ്പോൾ ഒരു കുട്ടിയെ കൊണ്ട് ഇങ്ങനെ പോകുന്നത് കണ്ടു, അത് രസമായിട്ട് തോന്നി. അപ്പോൾ അത് വീഡിയോ എടുത്തു. പിന്നെ നമ്മുടെ മഴവിൽ മനോരമയിലെ കിടിലം പ്രോഗ്രാമില്ലേ, അതിൽ വന്ന ഒരു കണ്ടസ്റ്റൻസ് ആണ് കേട്ടോ. ഇവർ ഒരു ടീമാണ്. അപ്പോൾ അവരുടെ ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു. അത് കുറച്ച് ലെങ്തിയാണ്. അപ്പോൾ അതും പിന്നെ അടുത്ത് വരുന്നൊരു ഫയർ ഡാൻസ് ഉണ്ട്. അതുകൂടെ വേണമെങ്കിൽ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് ഇടാം.
അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ കാണാം. ഇത് കുറേ ഉണ്ട്, അപ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിട്ട് പോകും, അതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാത്തത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഫയർ ഡാൻസ്. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ മറക്കണ്ട, എല്ലാവരും April 5 തുടങ്ങിയത്. April 14 വരെ ഉണ്ട്. അതിന് മുന്നേ എല്ലാവരും പോയി കാണുക. ടൈമിങ് വരുന്നത് വൈകുന്നേരം 3 മണി തൊട്ട് രാത്രി 10 മണി വരെയാണ്. അപ്പോൾ ഒരുപാട് നല്ല നല്ല പ്രോഗ്രാംസ് അവസാനം കണ്ടു കേട്ടോ. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് നമ്മൾ തിരിച്ചിനി വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് ബൈക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഗ്രൗണ്ടിലേക്ക് വന്നു. അപ്പോൾ ഇനി നമ്മൾ തിരിച്ച് പോവുകയാണ് കേട്ടോ. അപ്പോൾ തിരിച്ചു പോയപ്പോഴത്തേക്കാണ് ഈ ഇവരെ കണ്ടത്. ഇവർ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ഇരിക്കുമായിരുന്നു. തിരിച്ച് പോയപ്പോഴത്തേക്ക് അവർ ഇങ്ങനെ നിന്ന് തന്നു എനിക്ക്. അപ്പോൾ എനിക്ക് പോസൊക്കെ ചെയ്ത് തന്നു കേട്ടോ ഫോട്ടോയ്ക്ക്. ആ ഫോട്ടോയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നല്ല രസമല്ലേ കാണാൻ വേണ്ടിയിട്ട്, ക്യൂട്ടാണ്. അപ്പോൾ നമ്മളിനി തിരിച്ചു പോവാണ്. തിരിച്ചു പോയപ്പോഴത്തേക്കാണ് ഒരു ക്ഷേത്രത്തിലെ കെട്ടാഴ്ച ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിങ്ങനെ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു, എന്നാലും ഇങ്ങനെ ആനയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണം കേട്ടോ, എന്നിട്ട് കാണാൻ പറയണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.